കല്യാണം കഴിഞ്ഞതിന് ശേഷം കീർത്തി സുരേഷിന് നിന്ന് തിരിയാൻ നേരമില്ല. പുതിയ ചിത്രമായ ബേബി ജോണിന്റെ പ്രൊമോഷനുമായി തിരക്കിലായിരുന്നു നടി. മധുവിധു പോലും ആഘോഷിക്കാൻ പോലും നേരമില്ലാതെ തിരക്കിട്ട് ഓടുകയാണ് കീർത്തി. അതിനെ പ്രശംസിച്ചും വിമർശിച്ചും കമന്റുകൾ വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ പുതുമോടി പോലും തീരാതെ ജോലിയോടുള്ള ആത്മാർത്ഥത കാണിക്കുന്ന കീർത്തിയെ പ്രശംസിക്കുകയാണ് ആരാധകർ. എന്നാൽ വിവാഹത്തിന് ശേഷം ഭർത്താവിനൊപ്പം ഒരു ഫോട്ടോ പോലും പങ്കുവെക്കാത്തതിലെ നിരാശ ആരാധകർക്കുമുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ പങ്കുവെച്ചത് വരുൺ ധവാനൊപ്പമുള്ള ഫോട്ടോകൾ മാത്രമാണ്. ഇപ്പോഴിതാ ക്രിസ്മസ് ആഘോഷവും വരുൺ ധവാനൊപ്പം. വിമർശിക്കുന്നവർ കൂടുതൽ വിമർശിച്ചോളൂ എന്ന് പറയും വിധമാണ് ക്രിസ്മസ് ആശംസകളുമായി കീർത്തി എത്തിയിരിക്കുന്നത്. ഏറെ വിമർശനം നേരിട്ട ഡ്രസ്സിങ്ങിൽ നിന്നുകൊണ്ടുള്ള വരുൺ ധവാനൊപ്പമുള്ള ചിത്രമാണ് കീർത്തി പങ്കുവച്ചത്. ബേബി മേരിയുടെയും ബേബി ജോണിൻ്റെയും ക്രിസ്മസ് ആശംസകളെന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റ്. ഭർത്താവ് എവിടെ, കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ക്രിസ്മസ് അല്ലേ ഇത്, അതെങ്കിലും ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് ആശംസകൾ അറിയിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ച് നിരവധി കമൻറ്റുകൾ ഫോട്ടോയ്ക്ക് താഴെ വരുന്നുണ്ട്. എന്നാൽ കീർത്തി സുരേഷ് എല്ലാ കാര്യത്തിലും വ്യത്യസ്തയാണെന്ന് ആരാധകർ പറയുന്നു. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് എന്താണ് നിർബന്ധമെന്നാണ് കീർത്തി സുരേഷിൻ്റെ ഫാൻസിൻ്റെ ചോദ്യം. കഴുത്തിലെ മഞ്ഞ താലിച്ചരടിനൊപ്പം വെസ്റ്റേൺ വേഷത്തിലുള്ള കീർത്തിയുടെ ഗെറ്റപ്പുകൾ ഏറെ വിമർശനം നേടിയിരുന്നു. ഡീപ്പ് നെക്ക് ഡ്രസ്സിങ്ങിനൊപ്പം മഞ്ഞ താലിച്ചരട് ധരിച്ച് താലിയോട് കാണിക്കുന്നത് അപമര്യാദയാണെന്നും ഇതിലും ഭേദം താലി ധരിക്കാത്തതാണെന്നും പറഞ്ഞ് തമിഴ് മക്കൾ തങ്ങളുടെ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ വിമർശനങ്ങൾ തന്നെ ബാധിച്ചിട്ടില്ല എന്ന് കാണിക്കും വിധമാണ് ക്രിസ്മസിന് അതേ ഡ്രസ്സിലുള്ള ഫോട്ടോകൾ തന്നെ കീർത്തി പങ്കുവച്ചിരിക്കുന്നത്. വസ്ത്രധാരണം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് കീർത്തി ഫാൻസും രംഗത്തെത്തിയിട്ടുണ്ട്. ഡിസംബർ 12-നായിരുന്നു നീണ്ട 15 വർഷത്തെ പ്രണയത്തിന് ശേഷം കീർത്തി സുരേഷിനെയും ആന്റണി തട്ടിനിലെയും വിവാഹം. തികച്ചും സ്വകാര്യമായ ചടങ്ങ് ഗോവയിൽ വെച്ചായിരുന്നു. സിനിമാ രംഗത്തെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. എഞ്ചിനീയർ ആയിരുന്ന ആന്റണി ഇപ്പോൾ മുഴുവൻ സമയ ബിസിനസ്മാനാണ്. കൊച്ചി ആസ്ഥാനമായുള്ള ആസ്പെറോസ് വിൻഡോ സൊല്യൂഷൻസിന്റെ ചെയർമാനാണ് ആന്റണി.